ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, ഇസ്രായേൽ ഇറാൻ ഒരു ഇസ്രായേലും ഇറാനും മാത്രമായിട്ടുള്ള ഒരു സംഘർഷം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സംഭവിച്ചിരുന്നു. അപ്പോൾ US അതിനുള്ളിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു അറ്റാക്ക് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു. ലെബനനിലും തിരിച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നലെ മേളിൽ കയറ്റിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഒരു ഗ്യാപ് ഡൗണിൻ്റെ ഒരു പോസിബിലിറ്റി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി ഒരു വലിയൊരു വീഴ്ചയ്ക്ക് ശേഷം ഒരു യു ഷേപ്പ് കർവിൻ്റെ ഒരു സെറ്റപ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇന്ന് വലിയൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. നമ്മുടെ ഗ്രൂപ്പിനകത്ത് കുറച്ച് ദിവസമായിട്ട് ഫണ്ടൊന്നും മാർക്കറ്റിൽ ഇടരുത്, ഈ ഒരു പേ സ്റ്റോക്ക് കഴിയാണ്ട് വീഴരുത് എന്ന് പറയുന്നതിൻ്റെ റീസൺ ഈ ഒരു നെഗറ്റീവ് ചാനലും ഈ നെഗറ്റീവ് ചാനൽ പിന്നീട് ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം എന്നുള്ള ഒരു പാനിക്കിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ പൊസിഷൻസ് ഒന്നുമില്ല. ഒരു സ്റ്റോക്ക് എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു പൊസിഷനും നമ്മൾ പുതിയത് എടുത്ത് വെച്ചിട്ടില്ല. അത് കാരണം മാർക്കറ്റ് ഇപ്പോൾ വീഴുന്നാൽ പോലും നമുക്ക് പേഴ്സണലി അഫക്റ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് വളരെ വളരെ ചെറുതായിരിക്കും. എന്നാൽ നെഗറ്റീവ് മാർക്കറ്റിലും ഫുൾ ഫണ്ടിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇതൊരു വലിയൊരു ട്രാപ്പായി പോകാനുള്ള സാധ്യത ഇന്നുണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഈ ഒരു കപ്പ് എന്നുള്ളൊരു ആർക്ക് പാറ്റേണിലാണ് മാർക്കറ്റ് വീഴുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. ഓൾമോസ്റ്റ് ഒരു 50% റിക്കവർ ചെയ്തിട്ട് അതിന് കയറാൻ പറ്റാണ്ട് 30% ബ്രേക്ക് ചെയ്ത് താഴെ പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 350 to 440 റേഞ്ച് ആയിരുന്നു ഇവിടുത്തെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിരുന്ന ഏരിയ. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ഇതിനൊക്കെ താഴെയായിട്ടുള്ളൊരു ഏരിയയിലാണ്. അപ്പോൾ ഞാൻ ചാർട്ട് വലുതാക്കി എടുത്താൽ ഇതാണ് ആ ഒരു ചാർട്ട് എന്നറിയുക. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഏതാണ്ട് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, ഈ ഒരു ലെവൽ ഇല്ലെങ്കിൽ ഈ ഒരു ഏരിയക്കുള്ളിലാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ താഴേക്ക് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റ് ഇന്ന് ഒരു വലിയൊരു ഗ്യാപ് ഡൗണിൽ ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ളൊരു സാധ്യത. അപ്പോൾ ഈ സ്ലൈഡിങ് ചാനലും ബ്രേക്ക് ചെയ്ത് ഹെവി ആയിട്ടുള്ള നെഗറ്റിവിറ്റി ഫീൽ ചെയ്തുകൊണ്ട് ഈ ക്യാൻഡിൽ പുതിയത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു ചാനൽ ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോയപ്പോൾ വളരെ മാസീവായിട്ടുള്ളൊരു മൂവ് മേളിലേക്ക് പെട്ടെന്ന് വന്നുവെങ്കിൽ, അതുപോലെ ആ ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ട് താഴേക്ക് വരുമ്പോഴും മാസീവായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ലെവൽസ് എന്ന് പറയുന്നത് 22,800 ലെവല്, 23,000 എന്നുള്ള സപ്പോർട്ടാണ്. 23,000 കഴിഞ്ഞാൽ 22,800, 22,660, 22,440 വരെ മാർക്കറ്റിന് പോകാനുള്ള സാധ്യതയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഇന്ന് പോകണം എന്ന് നിർബന്ധമില്ല. ഈ വീഴുന്നത് പോലെ വീഴുന്ന ലോവർ ഹൈ ഉണ്ടാക്കി തിരിച്ച് വീണ്ടും പോയേക്കാം. ഇതൊരു ബെയറിഷ് ഫ്ലാഗ് ആയിരുന്നു. ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തതാണ്. ബെയറിഷ് ഫ്ലാഗ് ആയത് കാരണം മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. ഇതൊരു ഡാർക്ക് ക്ലൗഡ് കവറാണ് എന്ന് ഞാൻ സംസാരിച്ചിരുന്നു. ഈ ഡാർക്ക് ക്ലൗഡ് കവർ വീക്ക്നെസ്സിനെ സൂചിപ്പിക്കുന്നു. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് വീഴാനുള്ള സാധ്യത എന്നുള്ളതായിരുന്നു അതിൻ്റെ കാൽക്കുലേഷൻ. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗണിലാണ്. വീഴുമോ എന്നുള്ളത് കണ്ടറിയണം. 22,960, 22,880, 800 എന്നിങ്ങനെ ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമുക്ക് ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മേളിലേക്കാണെങ്കിൽ 22,100, 22,240, 350, 440, അതായത് ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത. സോ ഇത്രയും ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കാം. മാർക്കറ്റിലൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ അത് യുദ്ധത്തിൻ്റെ മാത്രമല്ല പാനിക്ക്, മൊത്തത്തിലൊരു ബാഡ് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യുക. സ്വിംഗ് പൊസിഷൻ ഇല്ലാത്ത കാരണം നമ്മളെല്ലാവരും സേഫാണ്, പുതിയതെടുക്കുന്നില്ല. എന്നാൽ ഇൻട്രാഡേ ചെയ്യുന്നവർ ഓപ്ഷൻസ് നോക്കി ചെയ്യുക. പെട്ടെന്ന് പ്രീമിയം അങ്ങോട്ടും ഇങ്ങോട്ടും വോളറ്റൈലാവും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇന്ത്യ വിക്സ് പോകാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട്. ഞാനൊരു 17 to 18 റേഞ്ചിലേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വോളറ്റൈലിറ്റി പ്രീമിയത്തിൽ ഭീകരമായിട്ടുള്ള ഷൂട്ടിങ്ങും ഡി കെയും കാണാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.